ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഭീകരരുമായി സംസാരിക്കാൻ ഇന്ത്യ നിയോഗിച്ചത് ഡോവലിനെ തന്നെ. കെ കരുണാകരനാണ്. അജിത് ഡോവൽ ഈ പേര് എവിടെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും എല്ലാവർക്കും അറിയണമെന്നില്ല. അറിയാവുന്ന ആളാണെന്ന് സ്കിപ്പായിക്കോ. അറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അജിത് ഡോവൽ എന്ന ഒറ്റയാൻ കളത്തിലുണ്ട്. അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിനുള്ള മുന്നറിയിപ്പാണിത്. എപ്പോഴൊക്കെ ഇന്ത്യ പ്രതിരോധത്തിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു സൂപ്പർ ഹീറോയെ പോലെ അവതരിച്ചിട്ടുണ്ട് ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ശത്രുവിന്റെ മർമ്മം നോക്കി പ്രഹരിക്കാൻ ശേഷിയുള്ള ഈ ബുദ്ധിരാക്ഷസിന് ആരാധകർക്കിടയിൽ ഒരു വിളിപ്പേര് തന്നെയുണ്ട്, ജെയിംസ് ബോണ്ട്. ഇതിവ് തെറ്റിയില്ല. ഇത്തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജിത് ഡോവലിനെ കളത്തിലിറക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗങ്ങളിൽ മാധ്യമങ്ങളുടെ കണ്ണുടക്കിയതും ഈ കറുത്ത കോട്ടുധാരിയിൽ. ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി ഏതു തരത്തിലായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ഈ വ്യക്തിക്ക് നിർണായക പങ്കുണ്ട്. എന്തുകൊണ്ട് ഈ ഓഫീസർ ശ്രദ്ധാകേന്ദ്രമാകുന്നു? അജിത് ഡോവലിന്റെ ഔദ്യോഗിക ജീവിതം മുഴുവൻ സാഹസികവും അത്ഭുതകരമായ രഹസ്യാന്വേഷണ കൗതുകങ്ങളും നിറഞ്ഞതാണ്. പാകിസ്ഥാനിലെ ലഹോറിലെയും കറാച്ചിയിലെയും മുഴുവൻ ടെലിഫോൺ ബൂത്തുകളും, എന്തിന് ഇലക്ട്രിക് പോസ്റ്റുകൾ പോലും അജിത് ഡോവലിന് കാണാപ്പാടമാണെന്ന ഒരു കഥ തന്നെയുണ്ട്. അമൃതസറിലെ സുവർണ ക്ഷേത്രം കൈയടക്കിയ ദിവസങ്ങളിലൊന്നാണ് അജിത് ഡോവൽ എന്ന സാഹസികനായ ഓഫീസറുടെ ധൈര്യം രാജ്യം മനസ്സിലാക്കിയത്. ഭീകരവാദികളുടെ ഇടയിലേക്ക് ഇദ്ദേഹം ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ കടന്നു ചെന്നു. താനൊരു പാകിസ്ഥാൻ ചാരനാണെന്ന് ഖാലിസ്ഥാൻ വാദികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ക്ഷേത്രത്തിനുള്ളിലെ ഭീകരരുടെ രഹസ്യങ്ങൾ ചോർത്തി സേനയ്ക്ക് നൽകി. ധീരമായ ഈ സേവനത്തിന് രാജ്യം അജിത്തിന് കീർത്തിചക്ര നൽകി ആദരിച്ചു. കാണ്ഡഹാർ വിമാന റാഞ്ചലിലും ഇറാഖിൽ ഇന്ത്യൻ നഴ്സുമാരെ IS ബന്ദികളാക്കിയപ്പോഴും ഭീകരരുമായി സംസാരിക്കാൻ ഇന്ത്യ നിയോഗിച്ചത് ഡോവലിനെ തന്നെ. 2016 ഉറി ഭീകരാക്രമണത്തിന് ഉചിതമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി ഡോവലിനെയാണ് ദൗത്യമേൽപ്പിച്ചത്. നിയന്ത്രണ രേഖയിൽ നിന്നും 2 കിലോമീറ്റർ വരെ ഉള്ളിൽ കടന്ന് നമ്മുടെ സൈന്യം ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ വിജയം കണ്ടത് ഡോവലിന്റെ കൃത്യമായ പ്ലാനിംഗ്. പ്രതിരോധം ഒരിക്കലും വിജയം തരില്ല, അതായിരുന്നു ഡോവലിന്റെ തിയറി. 7 വർഷം പാകിസ്ഥാനിലെ ഇന്ത്യൻ ചാരൻ വേഷം മാറി അവിടെ ജീവിച്ച് പാകിസ്ഥാന്റെ മുക്കും മൂലയും പഠിച്ചെടുത്തു. മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുന്ന ഡോവലിന്റെ ചരടുവലികൾ ഇന്ത്യൻ സൈന്യത്തിന് എന്നും മുതൽക്കൂട്ടായിരുന്നു. ബംഗ്ലാദേശ്, മ്യാൻമാർ, തായ്ലാന്റ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പല പിടികിട്ടാപ്പുള്ളികളെയും ഇന്ത്യയിലെത്തിച്ചത് ഡോവലിന്റെ ബുദ്ധി കൂർമ്മതയായിരുന്നു. ഇന്ത്യയുടെ അഭിമാനമായ അജിത് ഡോവലിന്റെ കരിയറിന്റെ തുടക്കം നമ്മുടെ സ്വന്തം തലശ്ശേരിയിൽ നിന്നാണ്. ഉത്തരാഖണ്ഡിൽ ജനനം. 1968 IPS ലഭിച്ചു. ASPI കേരള പോലീസിൽ സേവനം ചെയ്യുന്നതിനിടെയാണ് 1971 തലശ്ശേരി കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. കെ കരുണാകരനാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി. കേരള പോലീസിലെ ഏറ്റവും ജൂനിയർ IPS ഉദ്യോഗസ്ഥനായിരുന്ന അജിത് ഡോവലിനെയായിരുന്നു കരുണാകരൻ തലശ്ശേരിയിലേക്ക് നിയോഗിച്ചത്. കരുണാകരൻ നൽകിയ ആ കൈനീട്ടം പിഴച്ചില്ല. അന്ന് ഡോവലിന് പ്രായം വെറും 26. ഇന്ന് 80-ാം വയസ്സിൽ ഇതേ അജിത് ഡോവലിനെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശ്രയിക്കുന്നു. അജിത് ഡോവൽ ഒരു ഇന്ത്യൻ പൗരന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേരാണ്. ഞാനൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞ 2000 തുടക്കങ്ങളിലാണ്. അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടില്ല, ഉള്ളതും തുറന്നു പറയാമല്ലോ. നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ന്യൂസ് ചാനലുകൾ കുറവായിരുന്നു. 2000 മുതൽ അത്യാവശ്യം ചാനലുകൾ. ആദ്യമായിട്ട് അജിത് ഡോവലിൻ്റെ ഒരു ന്യൂസ് അറിയുന്നത് പാകിസ്ഥാൻ 7 കൊല്ലം ജീവിച്ചു, അവിടുത്തെ മുക്കും മൂലയും അരിച്ചു പെറുക്കിയ മനുഷ്യൻ. ഈ ഒരു ന്യൂസാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ അറിയുന്നത്. നമ്മൾ മനസ്സിലാക്കണ്ട, ഈ പ്രായത്തിലാണ് കേരളത്തിൽ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം, കരിയർ ലൈഫ് തുടങ്ങിയത്. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ IQ ലെവൽ മനസ്സിലാക്കി ഗവൺമെൻറ് അദ്ദേഹത്തിന് നല്ലൊരു പൊസിഷനോട് എത്തിച്ചു. നമ്മുടെ അജ്ഞാതൻ ഒരു ജെയിംസ് ബോണ്ട് തന്നെ പറയാതിരിക്കാൻ പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ പോയി അവിടെയൊക്കെ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ ജീവൻ മരണ കളിയല്ലേ. ഒന്ന് പിഴച്ചാൽ അവിടെ നിന്ന് പോരാൻ പറ്റുമോ? അവിടെ പോയി സാധാരണക്കാരനെ പോലെ ജീവിച്ച് അവിടെയൊക്കെ മൊത്തം സ്ഥലവും സെറ്റപ്പൊക്കെ മനസ്സിലാക്കി ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നമ്മുടെ എല്ലാ ഓപ്പറേഷനും സക്സസ് ആയിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പുള്ള എല്ലായിടത്തും സക്സസ് ആയിരുന്നു. 80 വയസ്സായി. ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു.
രാജ്യത്തിന് വേണ്ടി എന്ന് പറയുന്നതും. നമ്മളാരുമായിട്ടൊരു പ്രശ്നത്തിനും പോകുന്നില്ല. നിവൃത്തി കെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഇന്ത്യൻ മിലിറ്ററി പണി കൊടുക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്ന കാലഘട്ടം മുതൽ പ്രോബ്ലംസ് ഉണ്ട്. ഈ പാകിസ്ഥാൻ്റെ ഈ ഇഷ്യൂ ഇങ്ങനെ നിന്ന് പാകിസ്ഥാൻ എന്ത് നേടി? നമ്മൾ ഇന്ത്യ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളിന്നിപ്പോൾ യൂറോപ്യൻ കൺട്രീസിനൊപ്പം നിൽക്കാൻ, നെഞ്ചു വിരിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ആയിട്ടുണ്ട്. പാകിസ്ഥാനാണ് ഉള്ളതോടെ പോയ ഗതികേടാണ്. അവിടെ പച്ചക്കറി മേടിക്കണേ പോലും എണ്ണി കൊടുക്കേണ്ട പൈസ കണ്ണുകളിപ്പോവും. പട്ടിണി നിൽക്കുമ്പോഴും നമുക്കെതിരെ അക്രമം അഴിച്ചുവിടാൻ അവർക്ക് തോന്നുന്നൊരു മാനസികാവസ്ഥയുണ്ട്. ഏത് ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ അയൽവാസിയെ ഇങ്ങനെ ദ്രോഹിക്കണമെന്ന്? മതത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് തൻ്റെ സഹോദരൻ അല്ല തൻ്റെ അയൽവാസിയെ ദ്രോഹിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. അതിനെ കൂട്ടുപിടിക്കാൻ വേണ്ടി പല രാജ്യങ്ങളും ഉണ്ട് താനും. അത് നന്നാവില്ല, മറ്റുള്ളവരെ നന്നാകാൻ സമ്മതിക്കുന്നു. നീ നന്നാവില്ല, മറ്റുള്ളവരെ നന്നാകാൻ സമ്മതിക്കില്ല. സ്കൂൾ ടീച്ചർമാർ പറയുന്ന ഒരു ചെല്ല കറക്റ്റ് പോയി കഴിഞ്ഞാൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.